വ്ളോഗ് എന്റെ ലൈഫ് എന്റെ ബിസിനസ് ആയിട്ട് ഞാൻ പോകുന്നു. എനിക്ക് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഇറ്റ് ഷുഡ് ബി മൈ ഹസ്ബൻഡ് ആൻഡ് മൈ ബേബീസ്. എന്റെ വീട്, എന്റെ ഫാമിലിയുടെ സൈഡിലായാലും ഒപ്പീനിയൻസ് ആരും എന്റെ കൊച്ചിന്റെ കാര്യത്തിൽ പറയില്ല, ഇവന്റെ ഫാമിലി സൈഡിൽ ആരും പറയരുത്. ഇറ്റ് ഷുഡ് ബി വി ഡിസൈഡ് വാട്ട് ടു ഡു. ഐ നീഡ് എ സെപ്പറേറ്റ് ഹൗസ് ടു സ്റ്റേ. നമ്മൾ തന്നെ റെന്റ് ഔട്ട് ചെയ്ത് നമ്മൾ എന്റെ വീട്ടിന്റെ ആക്സസ് ഉണ്ട്, തന്റെ വീട്ടിൽ ആക്സസ് ഉണ്ട് ഇഫ് യു വോണ്ട്. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നൺ ഓഫ് അവർ പേരൻസിന്റെ ഒരു ഒപ്പീനിയൻ നമ്മുടെ ലൈഫിൽ ഉണ്ടാവരുത്. ഇപ്പൊ ഞാൻ എപ്പോഴും ഇവൻ എണീച്ചിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് എണീക്കുന്ന ആളാണ് ഞാൻ. എന്നെ എണീപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവൻ കോഫി ഉണ്ടാക്കി എനിക്ക് കൊണ്ടുതരും. ഈ ഒരു സംഭവം നോട്ട് എവ്രിബഡി കൻ ഡൈജസ്റ്റ്. മേ ബി ഇപ്പൊ ഞാൻ ഇങ്ങനെ പോത്ത് പോലെ കിടന്നുറങ്ങുന്നു 12 മണി വരെ, അത് മേ ബി ശരിയാവത്തില്ല. വേറൊരു ജനറേഷനിൽ നിൽക്കുന്നവർക്ക് അത് ഓക്കെ ആയിട്ട് ഫീൽ ചെയ്യത്തില്ല. അപ്പൊ ഞാൻ ഇവനോട് പറഞ്ഞു, നമുക്ക് നമ്മുടേതായ ഒരു ലോകം വേണം. ഞാൻ അവിടെ എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കും, താൻ തനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കും. വിശന്നാൽ ഞാൻ ഫുഡ് ഉണ്ടാക്കി തരാം, ഫുഡ് മേടിച്ചു തരാം, ഇങ്ങനെയൊക്കെ ഓക്കെയാണ്. എനിക്ക് വിശന്നാൽ താൻ എനിക്ക് ഉണ്ടാക്കി തരണം, അങ്ങോട്ടും ഇങ്ങോട്ടും. ഐ പേഴ്സണലി ഫീൽ ഒരു ഹസ്ബൻഡ് വൈഫ് തമ്മിൽ ഒരു ഇന്റിമസി വർക്ക്ഔട്ട് ആവണമെങ്കിൽ പോലും പേരൻസ് അവിടെ ഇൻവോൾവ് ആയിരിക്കരുത്. നമുക്കേ ഒരു ചമ്മലുണ്ടാവും വീട്ടുകാരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് പ്രേമിച്ച് ഉമ്മയെ വെച്ചോണ്ടിരിക്കും.